ഒരു സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ നിമിഷം ഭഗവാനെ നിങ്ങൾ പ്രേമത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അത് 4 കൈയുള്ള വിഷ്ണുവായിട്ടോ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനായിട്ടോ ആണെന്ന് വിചാരിക്കുക. പല രൂപത്തിൽ, പല രീതിയിൽ, പല ചിന്തകളിൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാൻ ധർമ്മച്യുതി വരുന്ന സമയത്ത് അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. എവിടെയാ അവതാരങ്ങൾ എടുക്കണേ? ഹരിദ്വാറിലോ ബദ്രിയിലോ കുംഭർനാടോ അല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ആ 2 കുഞ്ഞിക്കായി നിങ്ങളുടെ തോളിൽ വന്ന് വീഴുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും. ഭഗവാനെ വിശ്വസിച്ച് നിങ്ങൾ ഭജിക്കുന്നെങ്കിൽ അതാണ് ഗുരുവായൂരപ്പന്റെ മന്ത്രം. ഒറ്റത്തവണ വിളിച്ചാൽ മതി എന്ന് ഭഗവാൻ പറയാം. ഒറ്റത്തവണ. ആ തവണ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് റെക്കോർഡ് ചെയ്യപ്പെട്ടു. നിങ്ങളുടെ പോളിസി സ്റ്റാർട്ടായി. ആ പോളിസിയുടെ പ്രീമിയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഒരു ദിവസം നിങ്ങൾക്ക് അത് പാസ്സായി കിട്ടും, ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു രീതിയിൽ. ഗുരുവായൂരപ്പന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഭഗവാൻ കഴിക്കുമോ? ഒരുപാട് പേർക്കുള്ള സംശയമാണ്. എന്നാൽ ഭഗവാൻ അങ്ങനെ ഒരു ദിവസം നേരിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, എങ്കിൽ പോലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നെന്മീനി ഇല്ലത്തെ ഉണ്ണിയുടെ കഥ. നെന്മീനി ഇല്ലത്തെ മേൽശാന്തി, ഗുരുവായൂർ മേൽശാന്തിക്കാലം കഴിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കൽ ഉച്ചപൂജയ്ക്ക് ഭഗവാനെ നേദിക്കാനായി എത്താൻ സാധിച്ചില്ല.